സൂര്യാതപം തുടരുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകളാണ് കേരളം സ്വീകരിക്കേണ്ടതെന്ന വിഷയമാണെന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം അതിഥികളായി ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, കാലാവസ്ഥാ നിരീക്ഷകൻ, ഫഹദ് മർസൂഖ്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ വക്താവ്, ഡോക്ടർ എസ്.വി. രാഗേഷ്, ചർമ്മരോഗ വിദഗ്ധൻ എന്നിവർ ചേരും. എന്താണ് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആദ്യം സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നത്. ആദ്യം ഫഹദ് മർസൂഖിലേക്ക്. ഫഹദ്, 2 ആഴ്ച മുമ്പ് കേരളത്തിലെ ചില ജില്ലകളിൽ ഹീറ്റ് വേവ് ഉണ്ടാകുമെന്ന പ്രവചനമുണ്ടായിരുന്നു. അതായത് 2 ആഴ്ച കഴിഞ്ഞ് അത് യാഥാർത്ഥ്യമാവുകയാണ്. ഒരു പക്ഷേ കടുത്ത വേനലുണ്ടായ അല്ലെങ്കിൽ റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയ 2017 കൂടുതൽ സൂര്യാതപം ആളുകൾക്ക് ഇക്കുറി ഏൽക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? 2 ആഴ്ച മുന്നേ ഉണ്ടായിരുന്ന ഹീറ്റ് വേവ് അലർട്ട് അല്ലെങ്കിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്, ഇപ്പോഴും ഉഷ്ണതരംഗ അവസ്ഥ ഔദ്യോഗികമായിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ സൂര്യതപം അല്ലെങ്കിൽ സൂര്യാഘാതം ഏൽക്കുന്ന അവസ്ഥ അന്നു മുതൽ തന്നെ നമ്മൾ മാർച്ച് ആദ്യം മുതൽ തന്നെ നമ്മൾ പ്രവചിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം 2017-16 ഒക്കെ ചൂടേറിയ വർഷങ്ങളായിരുന്നുവെങ്കിലും 2017 നമ്മൾക്ക് ധാരാളമായി വേനൽമഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷത്തെ അവസ്ഥ നമ്മൾക്ക് വളരെ നാമമാത്രമായ രീതിയിൽ മാത്രമാണ് വേനൽമഴ ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ മാർച്ച് തുടക്കം മുതൽ തന്നെ വലിയ രീതിയിൽ താപനിലയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹീറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ താപസൂചിക എന്ന് പറയുമ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ഉയർന്ന താപനില, അതോടൊപ്പം തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തിൻ്റെ അളവ് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമിഡിറ്റിയും അതുപോലെ ഉയർന്ന ഹ്യൂമിഡിറ്റിയാണ് കേരളത്തിൽ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടി കൂടുന്ന സമയത്ത് ടെമ്പറേച്ചർ, അതോടൊപ്പം ഹ്യൂമിഡിറ്റി, മറ്റു ചില ഘടകങ്ങൾ കൂടി വരുന്ന സമയത്ത് വലിയ ചൂട്, സാധാരണ നമ്മൾ രേഖപ്പെടുത്തുന്ന 38-37 ഡിഗ്രിക്ക് അധികമായിട്ടുള്ള ഒരു ചൂട് നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യമാണുള്ളത്. അതാണ് നമ്മൾ ഹീറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ താപസൂചിക എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ താപസൂചിക വളരെയധികം നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള താപസൂചികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കേരളത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നത്. എന്നിരുന്നാലും കേരളത്തിൽ 595 ആരോഗ്യ കേസുകളാണ് ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, ചൂട് കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് വരെ ആരോഗ്യവകുപ്പിൻ്റെ കണക്കനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കേസുകൾ. അതിൽ കൂടുതൽ കേസുകളും ചെറിയ ചെറിയ കേസുകളാണ്. അതായത് ഹീറ്റ് റാഷസ്, കുറച്ച് ചെറിയ രീതിയിലുള്ള പൊള്ളലേൽക്കൽ, സൺബേൺ കേസുകളൊക്കെ ആയിട്ടുള്ള ചെറിയ കേസുകളാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാലും 12ഓളം കേസുകൾ സൂര്യാഘാതം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്നാണ് നമ്മൾ കാണുന്നത്. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ എല്ലാ തയ്യാറെടുപ്പുകളെക്കാളും പ്രധാനപ്പെട്ടത്, സംസ്ഥാന സർക്കാർ നിലനിൽക്കുന്ന എല്ലാ തയ്യാറെടുപ്പുകളെക്കാളും പ്രധാനപ്പെട്ടത് ജനങ്ങൾ അതിനോട് കാണിക്കുന്ന സമീപനമാണ്. അപ്പോൾ നമ്മൾ പരമാവധി ഈ ചൂട് നേരിട്ടേൽക്കുന്ന അല്ലെങ്കിൽ ചൂടിൻ്റെ ഏറ്റവും തീവ്രമായ സൂര്യരശ്മികൾ പതിക്കുന്ന 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് പരമാവധി ആളുകളെടുത്ത് നേരിട്ട് ശരീരത്തിൽ ചൂട് ഏൽക്കുന്ന അല്ലെങ്കിൽ സൂര്യരശ്മികൾ ഏൽക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, എന്നാൽ പോലും നമ്മൾക്ക് എല്ലാ ആളുകൾക്കും അത് സാധ്യമാകണമെന്നില്ല. നമ്മളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പല സമയങ്ങളിലും ഇത് നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. ദാഹം വരാൻ കാത്തു നിൽക്കാതെ തന്നെ കൂടുതൽ വെള്ളം കുടിക്കുന്ന ഒരു സാഹചര്യം, ലവണനഷ്ടം ഒഴിവാക്കാൻ വേണ്ടി ലവണ ലായനികൾ കുടിക്കുന്ന സാഹചര്യം, നല്ല ഭക്ഷണങ്ങൾ, പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം നമ്മുടെ പ്രതിരോധ ശേഷി കൂടിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂടിയാണ് നമ്മൾക്ക് ബാധിക്കപ്പെടുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. കാരണം 3 കോടി മനുഷ്യർ ഈ ചൂട് അനുഭവിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കേരളത്തിൽ. കർണാടകയിലും ആന്ധ്രയിലൊക്കെ ചൂടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ നേരിട്ട് ഈ ചൂടിൻ്റെ അകത്ത് ഇത് ബാധിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂടി അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മളിത് ബാധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ തരത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അപ്പോൾ ചൂട് നേരിട്ട് ഏൽക്കാതെ തന്നെ ചിലപ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ വസ്ത്രധാരണം, പിന്നെ ഈ സമയങ്ങളിൽ ഒരു കട്ടി കുറഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ, ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതായിരിക്കും നന്നാവുക. അങ്ങനെയുള്ള നമ്മളുടെ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാൻ എല്ലാവിധം ആളുകളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഈ സൂര്യാതപം നേരിട്ട് ഏൽക്കുന്നവർ സ്വാഭാവികമായും പുറത്ത് ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ചും നിർമ്മാണ മേഖലയിൽ മറ്റും ജോലി ചെയ്യുന്ന ആളുകളാണ്.
ഇപ്പോൾ SDMA ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് അറിയാത്ത ആളുകളുണ്ടാകും, പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളികൾ. തൊഴിൽ വകുപ്പ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ഉണ്ട്. തൊഴിൽ വകുപ്പ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതെല്ലാം നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഓരോ ജില്ലയിലെയും കളക്ടർമാരെ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടർമാർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തൊഴിൽ വകുപ്പും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നേരിട്ട് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതത് ജില്ലാ കളക്ടർമാരെ ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ശരി, ഞാൻ മടങ്ങി വരാം. രാജഗോപാൽ കമ്മത്ത്, ഇവിടെ അത്ര ഒരു റെക്കോർഡ് താപനിലയിലേക്ക് നാം ഇനിയും വന്നിട്ടില്ല എന്ന് മാത്രമല്ല 2017 മറ്റും 42 ഡിഗ്രി വരെ താപനില കാണിച്ച കോഴിക്കോട്, പാലക്കാട് ജില്ലകൾക്കപ്പുറം ആലപ്പുഴ പോലെയുള്ള ജില്ലകളിൽ സൂര്യാതപ നിരക്ക് കൂടുതലായി കാണുന്നു. മറ്റ് തെക്കൻ ജില്ലകളിലുമെല്ലാം ഈ സൂര്യാഘാതം ഏൽക്കുന്നവരുടെ എണ്ണം കൂടുതലായി കാണുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇവിടെ ഫഹദ് ചൂണ്ടിക്കാട്ടിയതുപോലെ നമുക്കിപ്പോൾ നിലവിൽ ഈർപ്പം നിറഞ്ഞ ഒരു അന്തരീക്ഷമുണ്ട്. അതുകൂടാതെ ഈ UV ഇൻഡെക്സ്, അൾട്രാ വയലറ്റ് ഇൻഡെക്സും കേരളത്തിൽ എങ്ങനെയാണ്? സൂര്യരശ്മികൾ നേരിട്ട് പതിക്കാവുന്ന ഒരു സാഹചര്യമാണോ? കാർമേഘമില്ലാത്തൊരു സാഹചര്യമാണോ ഉള്ളത്? കാർമേഘമില്ലാത്ത സാഹചര്യമാണെങ്കിൽ കൂടുതൽ സൂര്യരശ്മികൾ പതിക്കുമോ? എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യം തന്നെ നമ്മുടെ ഇതിൻ്റെ സ്രോതസ്സിനെ കുറിച്ച് പറയാം. അതായത് സൂര്യന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് സൂര്യനിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ട് ഭൂമിയിലെത്തുന്നതിൽ കാര്യമായ വ്യതിയാനം ഉണ്ടായിട്ടില്ല. ഒരേ രീതിയിലുള്ള താപവികിരണമാണ് നമ്മുടെ സൂര്യനിൽ നിന്നും ഭൂമിയിലെത്തുന്നത്. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ആ താപവികിരണം ഭൂമിയിലെത്തി അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് നമ്മൾ ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ സംജാതമാകും, ജീവിതം ദുസ്സഹമായി തീരും, ചൂട് വർദ്ധിക്കും, ധാരാളം അസുഖങ്ങളും ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് പലതവണ നമ്മൾ വാൺ ചെയ്തതാണ്. അപ്പോൾ അതിനുള്ള പ്രതിവിധികൾ കുറേയൊക്കെ കൈകൊണ്ടെങ്കിലും അതൊന്നും ശരിയായ ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. നമ്മളെന്താണ് കൂടുതൽ നമ്മൾ കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചൂട് കൂടാൻ വേണ്ടിയുള്ള പലവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളം എന്ന് പറയുന്നത് ചെറിയൊരു ഇടമാണ്. ആകെ 500 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേരളം. അതിൽ കുറേ മലകളുണ്ട്, ഇപ്പുറത്ത് തീരദേശമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കുറേ സ്ഥലവുമുണ്ട്, കുറച്ച് പച്ചപ്പുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിന് ഈ ടെറൈനിൽ നമ്മൾ തുടർച്ചയായിട്ട് ദൈനംദിനമായിട്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭൂപ്രകൃതിക്ക് മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നീട് കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ഇതിൻ്റെ ഭൂപ്രകൃതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് ഒരു റീസണാണ്. ഇതിൻ്റെ ഈ രീതിയിലുള്ള ഒരു തീവ്രത കൂടാനായിട്ടുള്ള ഒരു കാരണമാണ്. ഇതേ രീതിയിലുള്ള വേനൽക്കാലങ്ങൾ ഇതിനു മുമ്പും കേരളം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ രീതിയിലുള്ള അവയർനെസ് നമുക്കില്ലായിരുന്നു. സൂര്യാതപം നേരത്തെ ഉണ്ടായിട്ടുണ്ട്, സൂര്യാഘാതം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ മറ്റ് പേരുകൾ പറഞ്ഞാണ് നമ്മൾ അറിയപ്പെടുക. ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള ഒരു അവയർനെസ് വന്നിട്ട് ഏകദേശം 10 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വേളയിൽ പല കാരണങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എൽനിനോ ആണ് ഒരു കാരണം. പക്ഷേ എൽനിനോ തീവ്രമല്ല, വളരെ നേരിയ തോതിൽ മാത്രമേ ഉള്ളൂ. എൽനിനോ ഇവിടെ ചൂട് കൂടാൻ ഒരു കാരണമായിട്ടില്ല. ശരിക്കും അവിടെ പസഫിക്കിൻ്റെ തീരദേശം മഴയ്ക്ക് ഇപ്പോൾ കാരണമായിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് നമ്മുടെ ഭാഗത്തേക്ക് എൽനിനോയുടെ ഇഫക്റ്റ് അല്ല ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ നമ്മുടെ ഉപരിതലത്തിന് തൊട്ട് മുകളിലുള്ള താപം നിലനിൽക്കുന്നുണ്ട്. അതായത് അന്തരീക്ഷ ഈർപ്പം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂപ്രകൃതി വർദ്ധിച്ചത് മൂലം അന്തരീക്ഷത്തിൽ ഈർപ്പം തുടരുകയാണ്. അത് മാത്രമല്ല, മറ്റൊരു പ്രതിഭാസം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബിക്കടലിൻ്റെ മാറ്റമാണ്. സ്ഥായിയായ മാറ്റം അറബിക്കടലിന് ഇപ്പോൾ രേഖപ്പെടുത്തി വരുന്നുണ്ട്. താപം ഏറി വരുന്ന ഒരവസ്ഥ. ആ താപമേറൽ തന്നെയായിരുന്നു ഓഖിയുടെയും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത്. കാരണം ബാഷ്പീകരണം വർദ്ധിച്ചിട്ടാണ് ഓഖി വളരെ പെട്ടെന്നുണ്ടായത്. അപ്പോൾ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളും അറബിക്കടലിൻ്റെ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അറബിക്കടലിൻ്റെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും പിന്നെ ആഫ്രിക്കയുടെ ഭാഗങ്ങളും ചേർന്നിട്ടുള്ള അവിടെ നിന്നുള്ള താപമൊക്കെ വന്ന്, അതുമാത്രമല്ല മഹാസമുദ്ര അടിയൊഴുക്കുകളിൽ നിന്നുള്ള ആ ഒരു ജലപ്രവാഹങ്ങളിൽ നിന്നുള്ള താപനിലയും ഒക്കെ അറബിക്കടലിൻ്റെ താപമേറ്റാൻ കാരണമായിട്ടുണ്ട്. ആ താപമേറലിന് ശേഷം നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരുന്ന ആ ഒരു വായുവിൻ്റെ താപം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ താപം കുറയുന്നില്ല. കേരളത്തിലെ ആ താപം അതേപടി നിലനിൽക്കുകയാണ്. താപമേറിയ വായുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ വളരെയധികം ഈർപ്പം വഹിക്കാനുള്ള ശേഷിയുണ്ട്. അതാണ് ഇവിടെ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ദുസ്സഹമായി തീരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം.
പിന്നെ നമ്മൾ ചുറ്റുപാടുകളിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് വീടിനുള്ളിൽ പോലും നമുക്ക് ഇരിക്കാൻ വയ്യാത്ത ഒരവസ്ഥ, നല്ല ഉച്ച നേരത്ത് വീട്ടിനുള്ളിൽ പോലും നമുക്ക് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ, ഈ രാത്രി 9 മണി സമയത്ത് പോലും നമുക്ക് വിയർക്കുന്ന ഒരവസ്ഥ, അതാണിപ്പോൾ സംജാതമായിരിക്കുന്നത്. കാരണം രാത്രിയാണ് ഈ താപവികിരണം കോൺക്രീറ്റിൽ നിന്നും നമ്മുടെ പണിത് കൂട്ടിയിട്ടുള്ള റോഡിൽ നിന്നും ഒക്കെ ഇങ്ങനെ താപവികിരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാന നഗരമായ എറണാകുളം നോക്കിക്കോളൂ, കോൺക്രീറ്റ് വനമായി മാറി, ആ റോഡുകളിലെല്ലാം കോൺക്രീറ്റായി. ആ കോൺക്രീറ്റിൽ നിന്നുള്ള താപവികിരണം ഉണ്ടാകുന്നുണ്ട്. ചുറ്റുപാടുകളിലെല്ലാം AC ആണ്, എയർ കണ്ടീഷൻഡ് ഓഫീസുകളും എയർ കണ്ടീഷൻഡ് വ്യാപാര സ്ഥാപനങ്ങളുമാണ്. അവിടെ നിന്നുള്ള താപമേറിയ വികിരണമെല്ലാം, താപമേറിയ വായു എല്ലാം കൂടി റോഡിലേക്കാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ അന്തരീക്ഷത്തിൻ്റെ താപനില കൂടും. അവധി ദിവസങ്ങളിൽ നോക്കിക്കോളൂ, അതുപോലെ ഹർത്താലും ബന്ധുവൊക്കെ ഉള്ള ദിവസങ്ങളിൽ നോക്കിക്കോളൂ, താപനില നഗരത്തിലെ താപനില കുറവാണ്. വാഹനങ്ങൾ കുറവായതുകൊണ്ടും വ്യാപാര സ്ഥാപനങ്ങൾ കുറവായതുകൊണ്ടും ഒക്കെ താപനില കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് ജനസാന്ദ്രത വർദ്ധിച്ചു വരുന്നുണ്ട്, തീർച്ചയായിട്ടും ഗതാഗത സംവിധാനങ്ങൾ കൂടുതലായിട്ട് വേണം. പക്ഷേ നമുക്ക് ഇനിയും ഒരുപാട് പ്ലാനിങ് നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രശ്നത്തിൽ നിന്നും കരകയറാനാകുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള താപം വർദ്ധിച്ചു വരും. ഓരോ വർഷവും 1 ഡിഗ്രി 1 ഡിഗ്രിയൊക്കെ വെച്ച് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ ദുസ്സഹമാകും. ഈ രീതിയിലുള്ള സൂര്യാതപവും സൂര്യാഘാതവും തുടർച്ചയായിട്ടുണ്ടാകും. അതിനുവേണ്ടിയുള്ള പ്രതിവിധികൾ നമുക്ക് കാണണം. തീർച്ചയായിട്ടും ഈ സോഷ്യൽ ഫോറസ്ട്രിയും നഗരങ്ങളിൽ ഈ വനവൽക്കരണവും ഒക്കെ തുടരണം. അതുമാത്രമല്ല, ഈ റോഡുകളുടെ നിർമ്മാണം വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കേണ്ട സമയമാണ്. വളരെയധികം റോഡുകൾ പണിത് കൂട്ടുകയാണ്. റോഡിൽ നിന്നുള്ള വികിരണം, താപവികിരണം വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഒക്കെ പടരുന്നുണ്ട്. അതുതന്നെയാണ് താപമേറാൻ കാരണം. പിന്നെ ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയമാണെങ്കിൽ അവിടുത്തെ താപനില കൂടിയിരിക്കും. കാരണം കോൺക്രീറ്റ് വനമാണ്. ആ കോൺക്രീറ്റ് വനത്തിൽ താപനില കൂടിയിരിക്കും. രാത്രി ആയാലും താപവികിരണം ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സായാഹ്ന സൂര്യൻ്റെ താപനില കൊണ്ട് താപനില വർദ്ധിക്കുകയും അത് വികിരണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് മാറണമെങ്കിൽ നമുക്ക് കാറ്റ് വരണം. ഒരേ രീതിയിലുള്ള താപനില കൊണ്ട് കാറ്റുണ്ടാവുകയില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് മുൻകരുതലുകളാണ് ഇൻഡിവിജ്വൽസ് എന്ന നിലയിൽ, വ്യക്തികൾ എന്ന നിലയിൽ മലയാളികൾ സ്വീകരിക്കേണ്ടത്? ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന ഈ സമയം ഏറ്റവും സിവിയർ ആയിട്ടുള്ള സമയം 11 മണി 3 മണി. ഈ സമയത്ത് നമ്മൾ പുറത്തോട്ട് പരമാവധി ഇറങ്ങാതെ നോക്കുക. അത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അത് നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റും അത് കുറേ സ്ട്രിക്റ്റ് ആക്കുകയാണെങ്കിൽ നമുക്കതും കുറേ പരിഹരിക്കാവുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ടത് നമ്മൾ ഡെർമറ്റോളജി സംബന്ധിച്ച് നമുക്ക് ചെറിയ പ്രശ്നങ്ങളാണ് ആദ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചൂടുകുരു ഇങ്ങനത്തെ. പക്ഷേ കാര്യമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യാതാപം തടയാമെന്നാണ്. അപ്പോൾ അതിന് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുക. അപ്പം പരമാവധി നമ്മൾ ഒരു ദിവസം മിനിമം ഒരു 3-3.5 ലിറ്ററെങ്കിലും എങ്ങനെയെങ്കിലും നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് നമ്മളത് എടുക്കണം. അത് ഇൻ്റർവെല്ലായിട്ട് എല്ലാം കൂടി ഒരുമിച്ചെടുക്കാതെ ഇൻ്റർവെല്ലായിട്ട് എടുക്കാൻ ശ്രമിക്കണം. അത് ഹൈഡ്രേഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല പോഷണപരമായ ഭക്ഷണം കഴിക്കണം. പിന്നെ വൈറ്റമിൻ സി നിറഞ്ഞ ഫ്രൂട്ട്സ് നിറയെ കഴിക്കണം. പിന്നെ നമ്മൾ ക്ലോത്തിങ്, നേരത്തെ പറഞ്ഞ മാതിരി ക്ലോത്തിങ് വളരെയധികം ശ്രദ്ധിക്കണം. പുറത്ത് പോകുമ്പോൾ കവേർഡ് ലൈറ്റർ ക്ലോത്തിങ്സ്, കോട്ടൺ ലിനൻ ക്ലോത്തിങ്സ് ഇത് ചെയ്യുക. പുറത്തിറങ്ങേണ്ട ആൾക്കാരെ തൊപ്പി, ബ്രോഡ് ബിംഡ് ആയിട്ടുള്ള നമ്മളെ ക്രിക്കറ്റ് തൊപ്പി മാതിരിയുള്ള തൊപ്പി ധരിക്കുക. ചെവി മറഞ്ഞു നിൽക്കുന്ന മാതിരിയുള്ള തൊപ്പികൾ ധരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ സൺസ്ക്രീൻസ്, ബ്രോഡ് സ്പെക്ട്രമായിട്ടുള്ള സൺസ്ക്രീൻസ് തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഇതാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഓരോരുത്തരും അവർക്ക് ഇതിൻ്റെ വാർണിംഗ് സൈൻസ്, അമിതമായിട്ടുള്ള ഒരു ക്ഷീണം വരിക, ഛർദി അല്ലെങ്കിൽ ഓക്കാനം വരിക, അമിതമായിട്ട് മയക്കം തോന്നുക, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വേർപ്പ്, ഇതൊക്കെ ശരീരത്തിൽ വേർപ്പ് വെയിൽ തട്ടുന്ന ഭാഗങ്ങളിൽ പൊള്ളലേക്കുക, ഇങ്ങനത്തെ വാർണിംഗ് സൈൻസ് ഐഡൻറ്റിഫൈ ചെയ്ത ഉടനെ തന്നെ ഇങ്ങനത്തെ വ്യക്തികൾ ഒരു കൂളർ എൻവയറമെൻറ്റിലോട്ട് മാറണം. അവർ ശരീരത്തിൽ വെള്ളം ഒഴിക്കണം, റീഹൈഡ്രേറ്റ് ചെയ്യണം. ഇതൊന്നും ഒരു കുറച്ച് സ്വയം അത് സ്വീകരിച്ച് അത് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ ഉടനെ അത് മെഡിക്കൽ ഒരു സേവനം സ്വീകരിക്കണം. അത് ഉടനെ അതൊരു മെഡിക്കൽ എമർജൻസി ആയിട്ട് കരുതണം. ഡോക്ടർ ആകാശ്, ഒരു കാര്യം കൂടി, നമ്മുടെ ഒരു ഭക്ഷണശീലത്തിൽ കാര്യമായ വ്യതിയാനം വരുത്തേണ്ടതല്ലേ വേനൽക്കാലത്ത്? കാരണം മലയാളികൾ ഭൂരിഭാഗവും നോൺ വെജിറ്റേറിയനാണ്, സസ്യേതര ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ്. വേനൽക്കാലത്ത് ഭക്ഷണത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ സൺഗ്ലാസ് ധരിക്കുക എന്നത് മലയാളികളെ സംബന്ധിച്ച് ഒരുതരം പൊങ്ങച്ചത്തിൻ്റെ പ്രതീകമായതുകൊണ്ട്
കണ്ണിന് എന്തെങ്കിലും അപകടമുണ്ടായാൽ പോലും സൺഗ്ലാസ് ധരിക്കാൻ വൈമുഖ്യമുള്ളവരാണ് ബൈക്ക് യാത്രികർ പോലും. കണ്ണിന് എത്രമാത്രം സംരക്ഷണം നൽകണം, അതുപോലെ ഭക്ഷണ കാര്യത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായും കണ്ണിന് ഇതേമാതിരി നമ്മൾ പറഞ്ഞ സൺഗ്ലാസസ് കവേർഡ് ആയിട്ട് പോളറൈസ്ഡ് ആയിട്ടുള്ള നല്ല സൺഗ്ലാസസ് യൂസ് ചെയ്യണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ല വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞ നല്ല ഭക്ഷണങ്ങൾ കൂടുതലും സ്വീകരിക്കണം. ഫ്രൂട്ട്സ്, നോൺ വെജിറ്റേറിയൻ കുറച്ച് ദഹനത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് കുറയ്ക്കുന്നത് നന്നാവും. പിന്നെ മലയാളികളുടെ ഒരു ശീലം പ്രത്യേകിച്ച് ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ കാപ്പി, ചായ, ഇതൊക്കെ നമ്മൾ ഡീഹൈഡ്രേഷൻ കൂട്ടും. അപ്പം ഇതൊക്കെ ഒന്ന് ഈ സമ്മർ സീസണിൽ ഒന്ന് കുറയ്ക്കുന്നത് നന്നാവും. ശരി, ഞാൻ മടങ്ങി വരാം. ഫഹദ് മർസൂഖ്, ഇപ്പോൾ ഈ കാണുന്ന പ്രതിഭാസം എത്ര നാൾ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന വിവരം? ഈ ഒരു വേനൽ മഴയ്ക്കുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അത് ഉടനെ ഉണ്ടാകുമോ? നിലവിൽ 31-ാം തീയതി വരെയാണ് IMD നമ്മൾക്ക് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂടുമെന്നുള്ള വാണിംഗ് തന്നിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ നിരീക്ഷണത്തിൽ നമ്മുടെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് മനസ്സിലാക്കുന്നത് ഏപ്രിൽ ആദ്യത്തെ ആഴ്ച വരെ ഏറെക്കുറെ ഇതുപോലെയുള്ളൊരു അവസ്ഥ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേനൽമഴയ്ക്കുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വേനൽമഴ ഒരു ഏപ്രിലോട് കൂടി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വേനൽമഴ നല്ല രീതിയിൽ വേനൽമഴ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്രൈസിസ് ഇല്ലാതെ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് ഈ വേനൽക്കാലം മുഴുവൻ തുടക്കം മുതൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയായതുകൊണ്ട് ഈ വേനൽക്കാലം മുഴുവൻ വളരെ ജാഗ്രതയോടു കൂടി തന്നെ ഈ വേനൽക്കാലത്തെ പ്രതിരോധിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന അനുമാനത്തിലനുസരിച്ച് നമ്മൾ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകാമെന്നാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് ആ കാര്യത്തിൽ ഇതുവരെയുള്ള തീരുമാനം. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇപ്പോൾ 2 മുതൽ 3 ഡിഗ്രി വരെ ശരാശരിയിലും ഉയർന്ന താപനിരക്ക് കാണിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അതനുസരിച്ചുള്ള മുന്നറിയിപ്പുകളാണ് SDMA നൽകിയിട്ടുള്ളത്. ഇതിൽ വയനാട് ജില്ല ഒഴികെ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ ഈ പറയുന്ന താപവ്യതിയാനം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഇതിന് പ്രളയാനന്തരം രൂപപ്പെട്ട താങ്കൾ മുമ്പ് സൂചിപ്പിച്ച ഈ ഭൂപ്രകൃതിയിലുണ്ടായ മാറ്റവുമായി എങ്ങനെയാണ് ബന്ധം വരുന്നത്? ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ താപനില ഉയരുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വിവരം ഞാൻ പറഞ്ഞോട്ടെ. നേരത്തെ UV ഇൻഡെക്സിനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ UV ഇൻഡെക്സും തമിഴ്നാടിൻ്റെ തീരത്തെ UV ഇൻഡെക്സും ഒന്ന് തന്നെയാണ് ഒരു സമയത്ത്. അതായത് 12ഓളം എത്തിയിട്ടുണ്ട് UV ഇൻഡെക്സ്. എന്നാൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന താപനില കൂടുതലും തമിഴ്നാട്ടിലെ താപനില കുറവുമാണ്. ഇവിടെ 34 ഡിഗ്രി ഉള്ള താപനില നമുക്ക് അനുഭവപ്പെടുന്നത് 40 ഡിഗ്രിയൊക്കെ ആയിട്ടാണ്. അവിടെ എന്നാൽ 36 ഡിഗ്രിയൊക്കെ ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കാറ്റ് വരുന്നതാണ് കാരണം. രണ്ടാമത്തത്, ഇവിടെ കടൽക്കടലിൽ നിന്നുള്ള കാറ്റില്ല. രണ്ടാമത് UV ഇൻഡെക്സ് UV കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അൾട്രാ വയലറ്റ് പ്രതിരോധിക്കാനായിട്ട് എല്ലാം ചെയ്യണം. അതായത് വെയിലത്ത് ഇറങ്ങുന്നവർ മഴക്കാലത്തും മഴക്കാലത്ത് നല്ല തീവ്രമായ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ സൺഗ്ലാസസ് ഉപയോഗിക്കുന്നത് ശീലമാക്കണം. സൺഗ്ലാസ് ഉപയോഗിച്ചില്ലെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മികൾ ബാധിക്കുന്നത് കണ്ണിനെയാണ്. കണ്ണിൽ തിമിരം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് തുടർച്ചയായിട്ട് വെയിലിൽ നടക്കുന്നവർക്ക്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രതിരോധം നമ്മൾ ശീലിക്കണം. തൊപ്പി, നേരത്തെ പറഞ്ഞ പോലെ കാറ്റ് കടക്കുന്ന തരത്തിലുള്ള തൊപ്പിയും നമുക്ക് ശീലിക്കണം. നമ്മൾ മറന്നുപോയ ഒരു ശീലമാണ് കുട. പണ്ടൊക്കെ എല്ലാവരും കുട കൊണ്ടുപോകായിരുന്നു. കുട്ടികളും മുതിർന്നവരും വൃദ്ധജനങ്ങളും എല്ലാം കുട കൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ ആ ശീലമില്ല. അത് വീണ്ടും ആരംഭിക്കണം. ഈ ചൂട് പ്രതിരോധിക്കാൻ വളരെ നല്ലൊരു മാർഗമാണ്. പ്രളയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മേൽമണ്ണിനെ ആകെ മാറ്റിമറിച്ച ഒരു സംഭവമാണ്. മണ്ണിൽ സ്വാഭാവികമായിട്ട് സൂക്ഷ്മജീവികളും സൂക്ഷ്മ സസ്യങ്ങൾ കൂടുതലായിട്ടുണ്ട്. ആ മണ്ണെന്ന് പറയുന്നത് നമ്മുടെ താപനിലയെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു സംവിധാനമാണ്. നല്ല നട്ടുച്ച സമയത്ത് റോഡിലൂടെ നമുക്ക് നടക്കാൻ കഴിയില്ല. നമ്മുടെ കാലിലെ തൊലി ഇളകിപ്പോവും. എന്നാൽ അതേസമയം തൊട്ടടുത്ത മണ്ണിലൂടെ സുഖകരമായിട്ട് നടക്കാം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വായു സഞ്ചാരം കൂടുതലുള്ളതും അവിടെ സൂക്ഷ്മ സസ്യങ്ങളും ഒക്കെ ഉള്ളതുമാണ്. അവിടെ ഈർപ്പം തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പ്രളയത്തിന് ശേഷം അതിൻ്റെ സാധ്യത കുറഞ്ഞിരിക്കുകയാണ്. കാരണം വളരെ നേരിയ തരത്തിലുള്ള ധൂളി പലയിടങ്ങളിലും നിറഞ്ഞിട്ടുണ്ട്. കളിമണ്ണ് പോലെയുള്ള വളരെ നേരിയ ധൂളി നിറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മണ്ണിൻ്റെ സ്വാഭാവികതയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത കുറേ നാളുകൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ആ സ്വാഭാവികത തിരിച്ചു വരികയുള്ളൂ. ഇടുക്കിയുടെയൊക്കെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഘടന തന്നെ മാറിപ്പോയി. ആ പ്രദേശത്തിൻ്റെ ഘടന തന്നെ മാറിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും.
അപ്പോൾ അതിന് അസ്വാഭാവികതയൊന്നുമില്ല, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അനുഭവിച്ചു വന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ മാറ്റം കാണുന്ന ഈ രീതിയിലുള്ള വലിയ സംഭവങ്ങളുണ്ടാകുമ്പോൾ ഇനി കുറേ നാളത്തേക്ക് 2-3 വർഷത്തേക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ മേഖലകളിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുമാത്രമല്ല, താപതരംഗം എന്ന് പറയുന്നത് ഉണ്ടാകാനാണ് തൽക്കാലം ഈ താപതരംഗം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. ഈ അനുഭവിക്കുന്ന താപനില നമുക്ക് തോന്നുന്ന ശരീരത്തിന് തോന്നുന്ന താപനില തീർച്ചയായിട്ടും ഉയർന്നതായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കും ഈ ഈർപ്പം വർദ്ധിക്കുന്നത്. ഏപ്രിൽ 2ാമത്തെ ആഴ്ച കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനൊരു ശമനം ഉണ്ടാകുകയുള്ളൂ. ആ സമയം വരെ ഒറ്റപ്പെട്ട മഴകൾ പ്രതീക്ഷിക്കാമെങ്കിലും കേരളമെമ്പാടും ഈ രീതി, വയനാടും ഈ രീതിയിലുള്ള പ്രശ്നം. അവിടെ ഉച്ച സമയത്തൊന്നും നമുക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റില്ല, ഉയർന്ന പ്രദേശമായതുകൊണ്ട് വെയിലിൻ്റെ തീവ്രത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അവിടെയും അത്ര നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റില്ല വയനാടൊന്നും. കേരളമെമ്പാടും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, തീരദേശത്തും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നമുക്കിവിടെ ഈർപ്പം നിലനിർത്താനും തണൽ വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഒരുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാകുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകും. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഒരു സംശയം കൂടി. ഇപ്പോൾ UV ഇൻഡെക്സ് എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നതിൻ്റെ തോതിനെയാണല്ലോ. അതിനർത്ഥം നമ്മുടെ അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ കുറവാണ് എന്നാണ്. ഈ കാർമേഘങ്ങൾ കുറവായിരുന്നിട്ടും നമ്മുടെ അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെ, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമയത്ത് ഈർപ്പം വർദ്ധിച്ച് നമ്മുടെ സാധാരണ ബാഷ്പീകരണം കൊണ്ടാണല്ലോ ഈർപ്പം വർദ്ധിച്ച് ഈർപ്പമുള്ള വായു മുകളിലേക്ക് ഉയർന്നു പൊങ്ങി അത് ഈ ചെരുവിലൂടെ പോയി നമ്മുടെ ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസത്തിലൂടെ മഴ പെയ്യുന്ന മേഘങ്ങളായിട്ട് മാറിയാണല്ലോ അത് മഴയായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത താപം, അതൊരു സൈക്കിളാണ്. താപം കൂടുതലുള്ള വായു അവിടെ തന്നെ തുടരുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ സംജാതമാകും. കാരണം ഇത് മുകളിൽ നിന്ന് ഒരു പ്രത്യേക പ്രതിഭാസം വഴി താപമേറിയ വായു വീണ്ടും താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ ഈർപ്പമുണ്ടാകുകയും ഈർപ്പമുള്ള വായു അവിടെ തന്നെ തുടരാൻ കാരണമാകുകയും ചെയ്യുന്നുണ്ട്. അത് കുറേ നാളുകളായിട്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇതേ പ്രതിഭാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അതിന് മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു 2 വർഷം നല്ല വായു സഞ്ചാരം, നല്ല കാറ്റും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ മാറ്റം വരും. കാറ്റില്ല, ഒരു ഇല പോലും അനങ്ങുന്നില്ല. അറബിക്കടലിൻ്റെ താപം ഈ രീതിയിൽ തുടരുന്നു. അതാണ് പ്രധാന പ്രശ്നം. ഇതിൻ്റെ വില്ലൻ എന്ന് പറയുന്നത് അറബിക്കടലാണ്. അറബിക്കടലിലെ താപം കൂടാൻ കാരണം നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ താപം കൂടിയതും നമ്മുടെ കടലിലൂടെ മുകളിലൂടെ വരുന്ന കാറ്റിൻ്റെ ആ താപനിലയിലെ വ്യതിയാനവും അതുമാത്രമല്ല വരണ്ട കാറ്റ് വരുന്നതിൻ്റെ ആ ഒരു കാരണങ്ങളും മഹാസമുദ്ര ജലപ്രവാഹങ്ങളുമാണ്. അത് ചാക്രികമായിട്ട് ഭൂമി അനുഭവിച്ചു വരുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് ദൂരപ്രദേശങ്ങളിൽ നിന്നുള്ള ജലത്തിൻ്റെ ശൈത്യം കുറഞ്ഞു വരുന്ന വേളകളിലാണ് ആഗോള വ്യാപകമായിട്ട് ഈ രീതിയിലുള്ള താപമേറുന്ന അവസ്ഥകൾ അതില്ലാത്ത മേഖലകളിൽ സംജാതമാകുന്നത്. ചാക്രികമായിട്ട് മറ്റ് മേഖലകളിലേക്ക് കടക്കും. അപ്പോൾ ആ സമയത്ത് അവിടെ നല്ല താപമേറുന്ന ആ ഒരു പ്രതിഭാസം ദൃശ്യമാകും. ഇപ്പോൾ അറബിക്കടലിലാണുള്ളത്. ഇത് എത്ര നാൾ തുടരുമെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ ഈ രീതിയിൽ അറബിക്കടലിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോഴാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. നമ്മുടെ ശാസ്ത്രജ്ഞർ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു നല്ല ഒരു ഗവേഷണത്തിനുള്ള ഒരു മേഖലയാണ്. എന്തുകൊണ്ട് അറബിക്കടലിന് താപമേറുന്നു എന്നുള്ളത്. ഇന്ത്യ മഹാസമുദ്ര ഭാഗത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് താപനിലയിൽ വ്യതിയാനം, ആ ഒരു പ്രതിഭാസത്തിന് ഇന്ത്യ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത്, അത് നമ്മുടെ ഇന്ത്യൻ മൺസൂണിനെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഒരു കാര്യം എൻ്റെ കൂടെ പറയാം, നമ്മളൊരു സ്വാഭാവികമായ മൺസൂണിലേക്കാണ് പോകുന്നത്. മൺസൂണിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കാരണം എൽനിനോ ശക്തമാകാത്തിടത്തോളം കാലം നമുക്ക് നല്ല മൺസൂൺ ലഭിക്കും. നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളും ആ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മൺസൂൺ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ വർഷവും അടുത്ത വർഷവും ഒക്കെ നമുക്ക് നല്ല മൺസൂൺ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ കാല ചരിത്രം പറയുന്നത്. അപ്പോൾ അറബിക്കടലിൻ്റെ മാറ്റം തുടരുകയും ചിലപ്പോൾ നമുക്ക് അടുത്ത കാലയളവിൽ എൽനിനോ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തോതിലുള്ള സൈക്ലോണും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ മുന്നിൽ കാണണം. നമ്മളൊരു സൈക്ലോൺ പ്രോൺ ഏരിയ ആയിട്ട് മാറിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവും, ഈ മാറ്റങ്ങൾ ഉണ്ടാവും. കാലാവസ്ഥ എന്ന് പറയുന്നത് സ്ഥിരമായ ഒരു ഫിനോമിനൻ അല്ല, അതിന് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഡോക്ടർ രാകേഷ്, ഈ നമ്മുടെ ഭക്ഷണം അതുപോലെ പാനീയം നമ്മൾ കുടിക്കുന്നത്, അതായത് വേനലിനെ ചെറുക്കാൻ വേണ്ടി നമ്മൾ കുടിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിന് വിനയായി വരാറുണ്ട്. അതായത് സോഡ ധാരാളമായി കുടിക്കുക, അതുപോലെ പഞ്ചസാരയുള്ള പാനീയങ്ങൾ, പഞ്ചസാരയുടെ അംശമുള്ള പാനീയങ്ങൾ ധാരാളമായി കുടിക്കുക. ഇതൊക്കെ എങ്ങനെയാണ് വേനൽക്കാലത്ത് നമുക്ക് തന്നെ ദോഷകരമായി മാറുന്നത്? മറ്റൊന്ന്, നമ്മുടെ വസ്ത്രധാരണ രീതി. നമ്മൾ കുറേ കൂടി യൂറോപ്യൻ ശൈലിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ വീടകങ്ങളിൽ പോലും നമ്മൾ ധരിക്കുന്ന അത്തരം വസ്ത്രങ്ങളാണ്. നമ്മുടെ കേരളീയമായ വസ്ത്രങ്ങൾ എങ്ങനെയാണ് ഈ സമയത്ത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും പൊതുവായുള്ള ആരോഗ്യ സംരക്ഷണത്തിനും ഉതകുക? നമ്മുടെ പാനീയങ്ങളിൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം?
പാനീയങ്ങളിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സമ്മർ സീസണിൽ നമ്മളുടെ വെള്ളത്തിൽ ഈ വാട്ടർ ബോൺ ഡിസീസസിൻ്റെ ഇൻസിഡൻസ് കൂടാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പം വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് തന്നെ കുടിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ ശുദ്ധീകരണത്തിന് പ്രത്യേക ശ്രദ്ധ വേണം. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽഡ് സോഡ ഡ്രിങ്ക്സ്, സ്വീറ്റ് ഡ്രിങ്ക്സ്, അത് ആക്ച്വലി നമുക്ക് ശരിക്കും വേർപ്പ് കൂടെ പോകുന്നത് നമുക്ക് സോൾട്ടാണ്. അപ്പോൾ നമ്മൾ ശരിക്കും റീപ്ലേസ് ചെയ്യേണ്ടത് സോൾട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം നമ്മൾ ഷുഗർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾട്ട് പിന്നെയും ഡിപ്ലീഷൻ വരും. അപ്പോൾ നമ്മൾ കൂടുതലും മോരും വെള്ളം, പ്രത്യേകിച്ച് നമ്മൾ പണ്ടത്തെ ആൾക്കാരുടെ മോരും വെള്ളം അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, തിളപ്പിച്ച് തണുപ്പിച്ച് വെള്ളം കുടിക്കുക, സ്വീറ്റൻഡ് ഡ്രിങ്ക്സ് പരമാവധി അവോയ്ഡ് ചെയ്യുക, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. വസ്ത്രങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധ? വസ്ത്രങ്ങളിൽ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സ്ത്രീകളായാലും വളരെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ. അപ്പം നമ്മൾ പരമാവധി ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ, ലിനൻ വസ്ത്രങ്ങൾ, ഇതൊക്കെ പരമാവധി ഉപയോഗിക്കുക. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഇതായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളുടെ ഷർട്ടും അല്ലെങ്കിൽ ജുബയും മുണ്ടും ശരിക്കും നമ്മളുടെ കാലാവസ്ഥയ്ക്ക് വളരെ യോജിപ്പെട്ടതാണ്. സ്ത്രീകളായാലും മുണ്ടും വേഷ്ടി ആയാലും വളരെ ഇതാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് ചിലപ്പോൾ ഇതൊന്നും അതിനൊരു പ്രോബ്ലംസ് ഉണ്ടാവാം. പക്ഷേ എന്നാലും പരമാവധി അങ്ങനത്തെ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സിങ്സ്, ഇപ്പം മോഡേൺ ഡ്രസ്സസ് ആണെങ്കിലും നമ്മൾ അതിനും മോഡിഫൈ ചെയ്തിട്ട് ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ് കളർ ഡ്രസ്സ് യൂസ് ചെയ്യുക പരമാവധി. ശരി, ഫഹദ് മർസൂഖ്, ഇവിടെ രാജഗോപാൽ കമത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളം ഒരു സൈക്ലോൺ പ്രോൺ സോണായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഈ സമുദ്രതലത്തിലുണ്ടാകുന്ന താപവ്യതിയാനം അത്തരമൊരു സാധ്യതയും ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക് ഓഖി എന്നൊരു മുന്നനുഭവം നമ്മുടെ മുമ്പിലുമുണ്ട്. അപ്പോൾ ഈ വേനലിനെ തുടർന്നോ അല്ലെങ്കിൽ വേനലിന് ശേഷമോ ഒക്കെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ അതിനുള്ള മുന്നൊരുക്കം SDMA നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഓഖി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനനുസരിച്ച് അത്തരം മേഖലകളെ കൂടുതലായിട്ട് ആളുകളെ ബോധവൽക്കരിക്കാനും അതുപോലെ അത്തരം കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി നമ്മൾ മുന്നേറിയിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിൽ ഒരു സൈക്ലോൺ വാർണിംഗ് സെൻറ്റർ, അതിൻ്റെ ഒരു IMD ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി അറബിക്കടലിനെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ സൈക്ലോണുകൾ ഉണ്ടാകുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് സൈക്ലോണിൻ്റെ പീക്ക് മാസങ്ങൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ആ ഒരു സമയമാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് സൈക്ലോൺ കാര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം ഇന്ത്യൻ ഓഷൻ്റെ അകത്ത്. പിന്നെ മെയ് മാസത്തിലും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ വളരെ ജാഗ്രതയോട് കൂടി തന്നെ അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സന്ദർഭം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും വരുന്നു. പക്ഷേ അതിലൊരു പ്രശ്നം, നമ്മൾക്കുണ്ടാകുന്ന ഒരു പ്രായോഗിക പ്രശ്നം, അവിടെ നമ്മുടെ കോസ്റ്റൽ ബെൽറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. അപ്പോൾ അത്രയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് കോസ്റ്റൽ റീജിയൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരുപക്ഷെ കോസ്റ്റൽ എറോഷൻ്റെ ഒരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മെയ് മാസം. അപ്പോൾ അതിനെ കൂടി അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമായിരിക്കും അത്തരത്തിലൊരു സൈക്ലോൺ, നമ്മുടെ ഓഖിക്ക് ശേഷം നമ്മളൊരു പദ്ധതി കേരളത്തിലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് കേരള സർക്കാർ ഒരു പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവന്നു. വാസയോഗ്യമല്ലാത്ത അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് 6 ലക്ഷം രൂപ അവർക്ക് സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീടുണ്ടാക്കാനും കൂടി ഉള്ളൊരു പദ്ധതി. 10 ലക്ഷം രൂപ അങ്ങനെ ആളുകൾക്ക് അവിടെ നിന്ന് ഏറ്റവും അപകടകരമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാനുള്ളൊരു പദ്ധതി കേരളത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. അത് പല ഇതുപോലെ വളരെ ഹൈലി വൾണറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളെ ഉദ്ദേശിച്ച് തുടങ്ങിയതാണ്. പ്രത്യേകിച്ച് ഈ സൈക്ലോണിന് ശേഷം നമ്മളുടെ കോസ്റ്റൽ ബെൽറ്റിൻ്റെ അകത്ത് ഇങ്ങനെ വളരെ വൾണറബിൾ ആയിട്ട് പിന്നെ നമ്മുടെ കടലാക്രമണം നേരിടുന്ന പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകളെയാണ് നമ്മൾ അത്തരത്തിൽ മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പദ്ധതി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അത്തരത്തിലുള്ള ഒരു ഭാഗത്ത് നമ്മൾ അങ്ങനെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പൂർണ്ണമായും കൃത്യമായ നിരീക്ഷണത്തിലാണ്. IMDയും വളരെ സീരിയസ് ആയിട്ട് അന്ന് ഓഖി ഉള്ള സമയം പോലെയല്ല, കുറച്ചുകൂടി ഗൗരവമായിട്ട് അറബിക്കടലിനെ കൂടി നിരീക്ഷിക്കും. കാരണം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ അറബിക്കടൽ അത്ര സൈക്ലോൺ പ്രോൺ ആയിട്ടുള്ളൊരു സംഭവം ആയിരുന്നില്ല. ബംഗാൾ ഉൾക്കടലിനെ നിരീക്ഷിക്കുന്ന അത്ര ഗൗരവത്തിൽ പക്ഷേ അറബിക്കടലിൻ്റെ ഈ കാര്യത്തിൽ നമ്മൾ ആരും ഗൗരവം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അറബിക്കടലിൻ്റെ കേസിലും കൂടുതൽ ഗൗരവത്തോടു കൂടി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഏത് ദുരന്തത്തെയും ഏത് സമയത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു മാറിയ കാലാവസ്ഥയിൽ. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച രീതിയിലുള്ള
ഇടപെടലുകളായിരിക്കും നടത്തുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളുടെ സഹകരണമാണ്. ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പം നിങ്ങൾ മാധ്യമങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ മാധ്യമങ്ങൾ വളരെ മികച്ച രീതിയിലാണ് ഈ ഒരു അവസ്ഥയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളോട് സഹകരിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ബോധം ഇപ്പോൾ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പല ആളുകളും അതിനെ ഇപ്പോഴും ഗൗരവകരമായിട്ട് അഡ്രസ്സ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ആദ്യത്തെ ദിവസം മുതലേ പറയുന്നുണ്ട് മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ കൂടി. മാധ്യമപ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന, വളരെയധികം നമ്മളെ സഹായിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് മാധ്യമപ്രവർത്തകർ. പക്ഷേ അവരൊരിക്കലും ഒരു കുട ഉപയോഗിച്ചുകൊണ്ട് മാതൃക കാണിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഞാനിവിടെ പറയാൻ ശ്രമിക്കുകയാണ്. കാരണം നിങ്ങളൊരു കുട ഉപയോഗിച്ചുകൊണ്ട്, ഒരു സൺഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. നിങ്ങൾ അത്രയും ഇതിൻ്റെ ഗൗരവത്തെ അഡ്രസ്സ് ചെയ്യുന്ന നിങ്ങൾ കൂടി അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആകുമെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ മുന്നേ തന്നെ ഞങ്ങളുടെ എല്ലാ മുന്നറിയിപ്പുകളിലും ഞങ്ങളത് കൃത്യമായി സൂചിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവരെ ഒരു മാധ്യമപ്രവർത്തനം അങ്ങനെ മുന്നോട്ട് വയ്ക്കുന്നതായിരിക്കും. ഫഹദ്, രാജഗോപാൽ കമ്മത്ത്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വേനൽ മഴ എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നുള്ള പ്രഡിക്ഷനും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്ന്. രണ്ട്, ഇത്തവണത്തെ മൺസൂൺ സ്വാഭാവികമാണെന്ന് താങ്കൾ സൂചിപ്പിച്ചു. അത് കുറേ തീവ്രമാവാനുള്ള സാധ്യതയുണ്ടോ? ഒരു വരൾച്ചയെ തുടർന്ന് വരുന്ന മൺസൂൺ ചിലപ്പോൾ തീവ്രമാവാറുണ്ടല്ലോ, അത്തരം അനുഭവങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ വല്ല സാധ്യതയുമുണ്ടോ ഇക്കുറി? മറ്റൊരു കാര്യം, ഇവിടെ ഫഹദ് മർസൂഖ് സൂചിപ്പിച്ചതുപോലെ അറബിക്കടലിലെ താപവ്യതിയാനമാണോ ഈ പറയുന്ന ഒരു കേരളത്തിൽ ഒരു സൈക്ലോൺ ബാധിത പ്രദേശമായി മാറ്റുന്നത്? അതോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന താപവ്യതിയാനമാണോ? അറബിക്കടലിൽ അത്തരത്തിൽ താപവ്യതിയാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ മുഴുവൻ തീരമേഖലയും ജാഗ്രതയിലാക്കേണ്ട ഒന്നല്ലേ? ആദ്യമായിട്ട് നമ്മുടെ ഈ അറബിക്കടലിൽ നിന്ന് തന്നെ തുടങ്ങാം. അറബിക്കടൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഈ ഒരു കുറച്ച് നാളുകളായിട്ട് മാത്രമാണ് ഈ രീതിയിലുള്ള മാറ്റം നമ്മൾ കാണുന്നത്. അപ്പോൾ അറബിക്കടലിൽ തീരമേഖല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൻ്റെ ഭാഗം ഇങ്ങനെ ലക്ഷദ്വീപിൻ്റെ ഭാഗത്തുകൂടി ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കടന്നു പോകത്തക്ക രീതിയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീരദേശത്തെ ഒരു തെക്കൻ തീരദേശമാണ് ശരിക്കും ഒരു സൈക്ലോൺ പ്രോൺ ഏരിയ ആയിട്ട് നമുക്ക് കാണുന്നത്. ലക്ഷദ്വീപിൻ്റെ ആ ഭാഗം വരെയുള്ള തെക്കൻ കേരളം. വടക്കൻ കേരളത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഇന്ത്യ ഉപഭൂഖണ്ഡം കടന്നു വരുന്ന തരത്തിലുള്ള സൈക്ലോണുകളാണ് വടക്കൻ കേരളത്തിൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. കുറച്ച് നാൾ മുമ്പുണ്ടായിരുന്ന സൈക്ലോൺ ഇന്ത്യ ഉപഭൂഖണ്ഡം കടന്ന് നമ്മുടെ കേരളത്തിൻ്റെ മധ്യഭാഗത്തും ആ ഭാഗത്തൊക്കെ എത്തിയിരുന്നു. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അത് കടന്നു പോവുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ചോദ്യം അത് മറന്നുപോയി, സോറി. ഞാൻ രണ്ടാമത് ചോദിച്ചത് ഈ വേനൽ മഴയ്ക്കുള്ള സാധ്യത, അതുപോലെ ഒരു പ്രളയത്തിനുള്ള സാധ്യതയുണ്ടോ ഒരു വേനലിന് ശേഷം, അങ്ങനെ വല്ലതും? വേനൽ തീർച്ചയായിട്ടും വേനൽ മഴ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. എന്നാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥ മറിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരാഴ്ചയിൽ ചിലയിടങ്ങളിൽ മാത്രം ചെറിയ തോതിലുള്ള മഴ പെയ്യാനായിട്ടുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ ഉപരിതല അന്തരീക്ഷത്തിന് മുകളിൽ മേഘങ്ങൾ വളരെ കുറവാണ്, മഴമേഘങ്ങൾ വളരെ കുറവാണ്. നേരിയ മേഘപ്രതലം മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. വരുന്ന ദിവസങ്ങളിൽ അതിന് മാറ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മഴ പ്രതീക്ഷിക്കാം. വളരെ വലിയ വേനൽ മഴയൊന്നും തൽക്കാലം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്തായാലും. പക്ഷേ ഏപ്രിൽ രണ്ടാമത്തെ ആഴ്ചയോടുകൂടി നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം മൺസൂൺ മഴയുടെ കാര്യമാണ്. സ്വാഭാവികമായ വേനലാണെങ്കിൽ സ്വാഭാവിക മൺസൂൺ ആയിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരിക. കഴിഞ്ഞ തവണ നമ്മുടെ സോളാർ മിനിമം എന്ന അവസ്ഥയിലൂടെയാണ് സൂര്യൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ സോളാർ മിനിമം എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മേഘാവരണം കൂടുതലുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ മൺസൂൺ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകിച്ച് തെക്ക് ഭാഗത്ത്, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്ത് വളരെ വലിയ മേഘ സാന്നിധ്യമുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഒരു ശൃംഖലയായിട്ട് തന്നെ മേഘങ്ങൾ നമ്മുടെ ഈ തെക്ക് ഭാഗത്ത് വരികയും അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള വലിയ മഴ നമുക്ക് ലഭിക്കാനും കാരണമായിട്ട്. അത്തരത്തിലുള്ള അനുഭവം നമുക്ക് കണ്ടു മാത്രമേ. ഡോക്ടർ രാകേഷ്, അവസാനമായ ഒരു കാര്യം കൂടി, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇനി ഈ ഏപ്രിൽ അവസാന വാരം മുസ്ലിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു സമയമാണ്. ഈ സ്ഥാനാർത്ഥികളും നോമ്പ് അനുഷ്ഠിക്കുന്നവരും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിന് മുമ്പ് 1987 ഇങ്ങനെ ഒരു കൊടും വേനലിൽ മുസ്ലിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കാലവും സാധാരണ ഈ സമയത്ത് വരാറുണ്ട്, പക്ഷേ ഈ കൊടും വേനലുമാണ്.
തീർച്ചയായും അതൊരു ശരിക്കും ഒരു വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. ഇലക്ഷൻ ക്യാമ്പയിനിങ് ആണെങ്കിൽ അത് നേരത്തെ പറഞ്ഞ മാതിരി വെള്ളം പാനീയങ്ങൾ ധാരാളം സേവിക്കണം. വർക്ക് പീക്ക് ടൈമിൽ അധികം ഈ ക്യാമ്പയിനിങ്ങിന് ഇറങ്ങാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം തീർച്ചയായും. അതേസമയത്ത് നേരത്തെ പറഞ്ഞ ഈ വാർണിംഗ് സൈൻസ്, അമിതമായിട്ടുള്ള ക്ഷീണം, തളർച്ച, അല്ലെങ്കിൽ ശരീരത്തിൽ പൊള്ളലുമാരി വരിക, ഇങ്ങനത്തെ കാര്യങ്ങൾ വാർണിംഗ് സൈൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കൃത്യമായിട്ട് അതിൻ്റെ മെഡിക്കൽ സേവനം അല്ലെ മെഡിക്കൽ കെയർ എടുക്കണം. പിന്നെ പറഞ്ഞ മാതിരി നോമ്പിൻ്റെ സമയത്തിൽ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഭാഗം കുട്ടികൾ, ഗർഭിണികൾ, പ്രായമുള്ളവർ, അവരൊക്കെ ഓൾറെഡി അവർ കുറച്ച് കോംപ്രമൈസ്ഡ് ആണ്. അപ്പം ഈ സമയത്ത് കുറച്ചും കൂടെ ഇങ്ങനത്തെ കൊടും ചൂടിൽ ചിലപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒരു അനുഷ്ഠാനം ആയതുകൊണ്ട് നമുക്കത് അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ കാണണം. അപ്പം നോൺ വെജ് ഫ്രൂട്ട്സ് ധാരാളം കഴിക്കണം. ഫ്രൂട്ട്സ് ധാരാളം, ഡേറ്റ്സ് ആയാലും വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, പപ്പായ, ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ധാരാളം സേവിക്കണം. നോൺ വെജിൻ്റെ അളവ് കുറച്ച് ഒന്ന് കുറയ്ക്കണോണ്ട് തെറ്റില്ല. ശരി. ഇങ്ങനെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും മുൻകരുതലുകളുടെയും ഈ കൊടുംവേനലിനെ നമുക്ക് അതിജീവിക്കാമെന്ന പ്രതീക്ഷയാണ് ഈ ചർച്ച നൽകുന്നത്. വളരെയധികം ഡോക്ടർ എസ് വി രാഗേഷ്, ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ഫഹദ് മർസൂഖ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു.